പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് അഗസ്റ്റിൻ. ഞങ്ങളുടെ വീട് എറണാകുള ഇടവക, തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ എൻ്റെ വൈഫിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. എൻ്റെ വൈഫിന് 27 വർഷത്തോളമായി അതിശക്തമായ വയറുവേദനയായിരുന്നു. ഓവുലേഷൻ പീരീഡിലാണ് ശക്തമായ 4 ദിവസം ശക്തമായ വേദന ഉണ്ടാവാറ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാവിധ ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലിലെയും ഞങ്ങൾ പോയി കണ്ടിരുന്നു. പുറമെ മറ്റുള്ള ഹോസ്പിറ്റലിലും പോയിരുന്നു. ഈ വയറുവേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഓവറിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ 27 വർഷക്കാലം അതിശക്തമായ വേദനയോട് കൂടിയിട്ട് കഴിഞ്ഞുകൂടുകയാണ്. എത്ര വർഷം? 27 വർഷം. 27 വർഷം. അത് വയറുവേദനയുടെ സമയത്ത് തല കീഴായിട്ടാണ് നിൽക്കുക. ജോലിക്ക് പോകാനൊന്നിനും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 വർഷം മുന്നേ എൻ്റെ വൈഫിന് സംസാരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഡോക്ടറെ കണ്ടു. MRI സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിനിൻ്റെ അടുത്തായിട്ട് ഒരു മുഴ കണ്ടു. ക്യാൻസറാണെന്നുള്ളൊരു സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി. അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്തി. ബയോപ്സിക്ക് അയച്ചു. അത് ക്യാൻസറാണെന്ന് തിട്ടപ്പെടുത്തി. ശരീരത്തിൽ ക്യാൻസർ ആണെന്ന് അവർ കണ്ടെത്തി. അതിനുശേഷം റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ ചെയ്തു. മുടിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ വയറുവേദന എല്ലാ മാസവും ഉണ്ടാവാറുണ്ട്. കീമോതെറാപ്പി നടത്തിയതിൻ്റെ ക്ഷീണം എല്ലാം ഏകദേശം മരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവസരത്തിൽ ഈ വയറുവേദന ശക്തമായിട്ട് വീണ്ടും വരാറുള്ളത് പോലെ എപ്പോഴും വന്നു. എനിക്കാൻ വയ്യാതെ നിൽക്കുന്ന എൻ്റെ ഭാര്യ വയറുവേദന കൊണ്ട് തുള്ളിച്ചാടുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേദന കൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ലൂർദ് പള്ളിയിലെ വട്ടായിലച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്. ലൂർദ് എവിടെ? തൃശ്ശൂരാണോ? തൃശ്ശൂർ ലൂർദ് പള്ളിയിലെ തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ അഭിഷേകാഗ്നി. അതിനെ ഞാൻ ചെന്നിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ പലരും സാക്ഷ്യം പറയാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയുടെ വയറുവേദനയും ക്യാൻസറും മാറ്റിത്തരികയാണെങ്കിൽ ഈ ലൂർദ് പള്ളിയിൽ വന്ന് വട്ടായിലച്ഛൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം ചെയ്യാമെന്ന് ഏറ്റു. പലരും ഇങ്ങനെ സാക്ഷ്യം പറയണത് കേട്ടപ്പോൾ ഈ സഹോദരൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവാത്മാവ് സഹോദരനോട് പറഞ്ഞു, ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം എന്നൊരു നേർച്ച നേരാൻ പറഞ്ഞു. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇതുപോലെ ഒരു കൺവെൻഷനിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ഭാര്യയ്ക്ക് 27 വർഷം അല്ലേ രോഗം, അതൊക്കെ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് ആ മാസം തൊട്ട് പിന്നെ ഇന്ന് വരെ എൻ്റെ ഭാര്യയ്ക്ക് അത്തരത്തിലുണ്ടാവുന്നുള്ള ഒരു വയറുവേദന ഉണ്ടായിട്ടില്ല. 27 വർഷമായുള്ള ആ രോഗം അന്ന് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചികിത്സിച്ചിട്ട് ചികിത്സ ഫലിക്കാത്തൊരു രോഗം അത് അപ്പം തന്നെ അപ്രത്യക്ഷമായി. 6 മാസം കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും MRI സ്കാൻ ചെയ്തപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന യാതൊരുവിധ ക്യാൻസറും എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലാതെ 2 രോഗങ്ങൾ അന്ന് ആ ലൂർദ് കൺവെൻഷനിൽ വെച്ച് അങ്ങോട്ട് ഈശോ എടുത്തു മാറ്റി.
ബയോപ്സി എടുത്ത് ക്യാൻസറാണ്, ആള് മരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. അതുപോലെ 27 വർഷമുള്ള രോഗനിമിത്തം പൊളയുന്ന വേദനയായിരുന്നു. അന്ന് ഈ ചേട്ടനൊരു നേർച്ച, എൻ്റെ യേശു എത്ര പേരാണ് സുഖം പ്രാപിക്കുന്നത്, എൻ്റെ ഭാര്യേനെ കൂടെ ഒന്ന് സുഖപ്പെടുത്തി കൂടെ കർത്താവേ എന്നൊരൊറ്റ നിലവിളിയാണ്, ഒറ്റ പ്രാർത്ഥനയാണ്. ചേച്ചി അധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, ചേട്ടനാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ചേച്ചി വേദന കൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ കിടക്കുക. പക്ഷേ ചേട്ടൻ്റെ നിലവിളി കേട്ടു, ചേച്ചിയുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അന്നേക്കന്ന് ആ കുടുംബത്തിൽ നിന്ന് രോഗം ഇറങ്ങിയതാണ്. പിന്നെ രോഗമില്ല, 2 രോഗവും ഇല്ല. ക്യാൻസറിൻ്റെ ചികിത്സ സ്കാനിങ് നടത്തിയപ്പോൾ ക്യാൻസർ എന്താ പറഞ്ഞത്, ക്യാൻസറിൻ്റെ കാര്യം എന്താ പറഞ്ഞത്, എല്ലാം ക്യാൻസറും പൂർണ്ണമായി സുഖപ്പെട്ടു, യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി ചികിത്സിക്കുണ്ടെന്ന് പറഞ്ഞോ? ഫുള്ളായി മാറി, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, മരുന്നും വേണ്ട, എല്ലാം നിർത്തിക്കോ, മെഡിക്കേഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തോ, എല്ലാ മെഡിസിനും ബാക്കി നിർത്തിക്കോ, ഇനി ഒരു മെഡിസിനും ശരീരത്തിലേക്ക് കൊടുക്കണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ജോലിക്ക് പോയി തുടങ്ങി, ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞതാ വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാം. രോഗികളിപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. രോഗത്തിലേക്ക് കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാവും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. വചനം കേൾക്കുമ്പോൾ മനസ്സിലാകണം, എല്ലാം ഗ്രഹിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് തരണം. പരിശുദ്ധാത്മാവേ, സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും നിറയണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ കർത്താവേ, വലിയ ആഗ്രഹത്തോടെ നിറച്ചിടണേ, നിറച്ചിടണേ. കരങ്ങൾ ഉയർത്തി സമുദ്രം ഹോളി ഫയർ. ജലത്താൽ കവിഞ്ഞിടും പോലെ mighty anointing നിറച്ചിടണേ, വ്യാപരിക്കണമേ. ഹോളി സ്പിരിറ്റ്, നിറച്ചിടണേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. നിറച്ചിടണേ, നിറച്ചിടണേ, നിറച്ചിടണേ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, കുട്ടികളെ പ്രത്യേകം സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും രോഗികളുടെ മേൽ നിറയണമേ, സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, മാരകവ്യാധികൾ വിട്ടുപോകട്ടെ, ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. വിദ്യാർത്ഥികളുടെ ക്ഷീണങ്ങൾ മാറട്ടെ, പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ, കുടുംബപരമായ ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ. തലമുറകളുടെ വിനാശങ്ങൾ വിട്ടുമാറി പോകട്ടെ, യേശുവിലേക്ക് കടന്നു വരുന്ന തടസ്സങ്ങൾ മാറട്ടെ, നിത്യരക്ഷയുള്ള തടസ്സങ്ങൾ മാറട്ടെ, പിശാചിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കാനും നമുക്ക് ഒരുമിച്ചായിരിക്കാനും ദൈവം കൃപ വർഷിച്ചുകൊണ്ടാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത്. ഇതുവരെയും അഭിഷേകത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ലക്ഷോപലക്ഷം കുടുംബങ്ങളുണ്ട്. സാധിക്കുമെങ്കിൽ ഈ വചനം കേൾക്കുന്നവർ
ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്ത അഭിഷേകത്തിന് വരുന്നതിന് മുമ്പ് 2 കുടുംബങ്ങളെ, ഇന്ന് വരെ അഭിഷേകത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത 2 വ്യക്തികളോട് അഭിഷേകത്തിനെ കുറിച്ച് പറഞ്ഞ് അടുത്ത ഞായറാഴ്ച അത് കാണാൻ വേണ്ടി അവരെ ഒന്ന് പ്രേരിപ്പിക്കണമെന്ന്, ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ഇപ്പോൾ ദൈവമക്കളെ നിങ്ങളെ ഞാൻ പ്രത്യേകം ചുമതലപ്പെടുത്തുകയാണ്. ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച് ലോകം അറിയാൻ ഇടവരുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ ഇതുവരെ അഭിഷേക് പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കാത്ത 2 പേരോട് അത് പറഞ്ഞ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊരു വരം തരണമേ എന്ന് ഇപ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, റിഡംഷൻ ത്രൂ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള വീണ്ടെടുപ്പ്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം നാളുകളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ കുമ്പസാരിക്കുമ്പോൾ എങ്ങനെയാണ് പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ വിശ്വസിച്ച് യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയുള്ള പാപക്ഷമയാണ് കുമ്പസാരത്തിൽ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം 10-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സസ് 10 to 13. For everyone believes with the heart and so is justified, and one confesses with the mouth and so is saved. The scripture says, no one who believes in him will put to shame. For there is no distinction between Jew and Greek. The same Lord is Lord of all and is generous to all who call on him. For everyone who calls on the name of the Lord shall be saved. ദൈവവചനം പഠിപ്പിക്കുകയാണ്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വ്യക്തി നിത്യരക്ഷ പ്രാപിക്കാൻ വളരെ അത്യാവശ്യമായ ഒരു കോർണർ സ്റ്റോണാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയുള്ള നിത്യരക്ഷയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അങ്ങനെ യേശു നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അവൻ കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി. അങ്ങനെ യേശു കുരിശിൽ മരിച്ചു. 2000 വർഷം മുമ്പ് മരിച്ച യേശുവിൻ്റെ കുരിശുമരണത്തെ ഓർത്ത് ഇന്ന് ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ അനുതപിച്ച് കുമ്പസാരിക്കാൻ വേണ്ടി തയ്യാറായി യേശുവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വിളിക്കുകയും അനുതപിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ച് വലഞ്ഞ ഒരു വിഷയമാണ്. യേശു 2000 വർഷം മുമ്പ് മരിച്ചു. ഇന്ന് ഞാൻ ഇവിടെ ഈ അട്ടപ്പാടിയിലിരുന്ന് ഞാൻ യേശുവേ എന്ന് വിളിച്ച് കരയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പാപങ്ങൾ കഴുകപ്പെടുന്നത്?
എങ്ങനെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ദൈവവചനം നൽകുന്ന വളരെ മർമ്മമായ ഒരു വെളിപ്പെടുത്തലാണ്, ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. ഒന്ന് ചെത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. യു ഹാവ് ടു ബിലീവ് ദാറ്റ് എൻ്റെ യേശു എൻ്റെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. എൻ്റെ യേശുവിൻ്റെ കുരിശ് മരണത്താൽ എൻ്റെ പാപങ്ങൾ അവൻ കഴുകി. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് എന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും സ്വീകരിക്കണം. എന്ന് വെച്ചതിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്? ഒരാൾ അങ്ങനെ വിശ്വസിച്ച് സ്വീകരിച്ചാൽ അവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയാൻ കാരണം എന്താണ്? ദൈവം തന്നെ ഈ കാര്യം നേരിട്ട് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവവചനം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം തിരുലിഖിതം, സെന്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 36. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. എന്താ ദൈവവചനം പഠിപ്പിക്കുന്നത്? എന്താ ദൈവപുത്രൻ പഠിപ്പിക്കുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഇത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. സംഖ്യയുടെ പുസ്തകത്തിൽ 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ ഒരു സാഹചര്യം ഇതാണ്. ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലൂടെ പുറപ്പാട് കാലഘട്ടത്തിൽ സഞ്ചരിച്ച് വരവേ അവർ പാപം ചെയ്ത് അവരുടെ പാപത്തിൻ്റെ പരിണത ഫലമായി സർപ്പദംശനമേറ്റ് മരുഭൂമിയിൽ അവർ മരിച്ചു വീണു. അപ്പോൾ ജനം മോശയോട് ഓടി വന്ന് കരഞ്ഞു, പ്രഭോ, പ്രവാചക, ജനങ്ങളെല്ലാം പാമ്പുകടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു, അനവധി പേര് മരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വഴി പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞു കൊടുത്ത വഴിയാണ് 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ കാണുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ, പാമ്പുകടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അതെന്തൊരു പരിപാടിയാണ്! അന്ന് വരെ അങ്ങനത്തെ ഒരു ചികിത്സാ രീതിയില്ല. അതിനുശേഷവും അങ്ങനത്തെ ഒരു ചികിത്സാ രീതിയില്ല. പാമ്പുകടിയേറ്റ് മരിച്ചാൽ, പാമ്പുകടിയേറ്റ് മരണാസന്നെ കിടക്കുമ്പോൾ പിച്ചള സർപ്പത്തെ നോക്കിയാൽ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് പോകും, പിന്നെ ഒരു കേടുമില്ല. അങ്ങനത്തെ ഒരു ചികിത്സാ രീതി ലോകത്തിൽ ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ദൈവം പറഞ്ഞു, അവർ വിശ്വസിച്ചു, അതുപോലെ അവർക്കത് അത്ഭുതമായി മാറി. അതാണ് യേശു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 32-33 തിരുലിഖിതങ്ങൾ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സസ് 32 and 33. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനത്രേ. യേശു അത് സ്ഥിരീകരിച്ചു. മോശയോട് കർത്താവ് പറഞ്ഞു, ഒരു പിച്ചള സർപ്പം ഉയർത്തുക, അതിനെ നോക്കുന്നവർ ജീവിക്കും. അതുപോലെ കുരിശുമരത്തിൽ പിതാവായ ദൈവം നമ്മുടെ പാപപരിഹാരാർത്ഥം ഉയർത്തിയ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ സ്വീകരിച്ച് യേശുവേ എന്ന് വിളിക്കുന്നൊരു ദൈവ പൈതൽ പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മാറി ദൈവ പൈതലായി വീണ്ടും ജനിക്കുമെന്ന്, ദൈവ പൈതലായി ജീവിക്കാനുള്ള കൃപ അവൻ്റെ മേൽ ചൊരിയപ്പെടുമെന്ന്, അവൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്ന്, സൗജന്യ പാപക്ഷമ ലഭിക്കുമെന്ന് ദൈവപുത്രനായ യേശു പ്രഖ്യാപിച്ചു.
എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം തിരുലിഖിതം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 24. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. ദൈവപുത്രനായ യേശു പഠിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം പോലെ കുരിശുമരത്തിൽ ഉയർത്തപ്പെട്ട് കുരിശിൽ മരിച്ച് നിങ്ങളുടെ പാപപരിഹാര ബലിക്കായി ഇതാ ഞാൻ വന്നു, ഞാൻ നിങ്ങളുടെ പാപപരിഹാര ബലിയാണ്, ഞാൻ പാപം ചുമന്ന കുഞ്ഞാടാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ തന്നെ മരിക്കും എന്ന് ദൈവപുത്രൻ അവരെ പഠിപ്പിച്ചു. ഇതെന്തൊരു പ്രതിഭാസമാണ് സഹോദരങ്ങളെ. നമ്മൾ യേശുവിനെ നോക്കി യേശുവേ എന്ന് പറഞ്ഞ് കരയും. ഒരു വലിയൊരു മിസ്റ്ററി, ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ സമയമാണത്. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മിസ്റ്ററി. ഇതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ മിസ്റ്ററി നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഞാൻ എൻ്റെ ജീവിതം എത്രയോ വർഷങ്ങൾ ഇതൊന്ന് തിരിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിന് അവസാനവും പഠിപ്പിക്കുകയാണ്, ഈ ആത്മാവ് മുഖാന്തരമല്ലാതെ ആർക്കും യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയുകയില്ല. വേറൊരു ഉദാഹരണം പറയാം, ചിന്തിച്ച് നോക്ക്. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 2 Kings chapter 5 verses 1 and following. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ കുഷ്ഠരോഗം പിടിച്ച് തല മുതൽ പാദം വരെ കുഷ്ഠരോഗം പിടിച്ച് ഒരാൾക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത നാമാൻ എന്ന സൈന്യാധിപൻ ഈ ലോകത്തിൻ്റെ സർവ്വ കഴിവും പ്രയോഗിച്ച് നോക്കി, സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് വന്നു. ഏലീഷ പ്രവാചകൻ പറയുകയാണ്, ആ ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങുക, നിന്റെ കുഷ്ഠം മാറും. അങ്ങനത്തെ ഒരു ചികിത്സ ലോകത്തിലുണ്ടോ? ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങുക, നിന്റെ അതിനു മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവം ഒരു വഴി അങ്ങോട്ട് തുറന്നു. അതവൻ വിശ്വസിച്ചു. അതുപോലെ അവൻ അത്ഭുതം ഉണ്ടായി. അവൻ്റെ സർവ്വ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. എന്ന് വെച്ചതിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുപോലെ വിശ്വാസത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയാണ്, വിശ്വാസത്തിൻ്റെ വലിയൊരു മേഖലയാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, എൻ്റെ യേശു എൻ്റെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു, അവൻ എനിക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചത്, അവൻ്റെ കുരിശ് മരണത്തിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതം ഇന്ന് വരെ ലോകത്തെ ഉപേക്ഷിച്ച് യേശുവിനെ ഹൃദയത്തിൽ രാജാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു ദൈവ പൈതലായിരിക്കാം നീ. ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്, പള്ളിയിലെ വലിയ ആളാണ്, കൊയറിൽ പാടുന്നുണ്ട്, അതുപോലെ സംഘടനയിൽ പ്രസിഡൻ്റാണ്, വിൻസെൻ്റ് പോളിൽ പ്രവർത്തിക്കുന്നുണ്ട്, വചന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്, കാറ്റഗിസം ടീച്ചറാണ്, പള്ളിയിൽ പലതവണ കൈക്കാരനായിരുന്നിട്ടുണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ കർത്താവ് ഒരുപാട് നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇങ്ങനെ നടന്നു പോന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത, പാപത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്ത ഒരു ഹൃദയമായിരിക്കാം നമ്മുടെ ഹൃദയം. എല്ലാവരെയും പോലെ, മറ്റു ജാതികളെ പോലെ നാം ജീവിച്ച് കടന്നു പോകുന്നു. മനസ്സ് വെച്ചാൽ പാപം ചെയ്യാതിരിക്കുന്നു, ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും പാപത്തിൽ വീണു പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതി ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷം, ജീവിതത്തിൻ്റെ ഒരു നിർണായക മുഹൂർത്തം, ജീവിതത്തിൻ്റെ ഒരു അത്യപൂർവം നിമിഷം ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഇതാണ് രക്ഷയുടെ സമയം, ഇതാണ് രക്ഷയുടെ നിമിഷം, ഇതാണ് കർത്താവ് ഒരുക്കിയ സമയം. ഈ സമയത്ത് നിന്റെ ഹൃദയം യേശുവിന് സമർപ്പിച്ച്, യേശുവേ, അങ്ങ് എൻ്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി.
അങ്ങയുടെ കുരിശ് മരണത്തിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടെ അങ്ങ് പരിഹാരം ചെയ്തു. എൻ്റെ പാപങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ പാപങ്ങൾ അനുദപിച്ച് ഉപേക്ഷിക്കുന്നു. കുമ്പസാരിക്കാൻ അവസരം കിട്ടുന്ന ഏറ്റവും അടുത്ത ചാൻസ് ഞാൻ കുമ്പസാരിക്കാം. അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പാപത്തെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. ഹൃദയം യേശുവിന് സമർപ്പിക്കാൻ തീരുമാനമെടുക്കുക. ഈ സമയം, ഈ രാത്രി നിൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷയുടെ ഒരു അനുഭവം തരാൻ കർത്താവിന് കഴിയും. ആ ജോർദാൻ നദിയിൽ മുങ്ങിയ നാമാനെ പോലെയും ഉയർത്തപ്പെട്ട പിതൃസർപ്പത്തിലേക്ക് നോക്കിയ മരണാസന്നർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റതുപോലെയും ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് കർത്താവിൻ്റെ കുരിശ് മരണത്തിലൂടെ പ്രിയ ദൈവ പൈതലേ നിനക്ക് തരാൻ കർത്താവ് തിരുവുള്ളമായ മണിക്കൂറാണിത്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രക്ഷിതാവായ യേശുവിനെ ഹൃദയപൂർവ്വം അംഗീകരിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എത്ര ആത്മാർത്ഥമായി യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് സ്വീകരിക്കാമോ അത്രയും ആത്മാർത്ഥതയോടെ സ്വീകരിച്ച് ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ്റെ രക്ഷിതാവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ഞാൻ നിത്യജീവൻ നേടാം. എൻ്റെ യേശുവേ, ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാം. ഉത്തിതനായതും യേശുവേ, അപ്പമായി തീർന്നതും യേശുവേ, നിന്നിലെന്നും വാഴാ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കാ എൻ്റെ ഈശോ പരിഹാര ബലിയായി. പരിഹാര ബലിയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ഈ ആശീർവാദ സമയത്ത് എത്രമാത്രം ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ഈ സമയം യേശുവിനെ വിളിക്കുക. കുരിശിൽ മരിച്ച യേശു ദിവ്യകാരുണ്യ രൂപനായി ഇന്ന് അനേക കോടികൾ അനുഗ്രഹിച്ചുകൊണ്ട് സഭയിൽ രാജാവായി വസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ,